ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, എന്നാൽ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അള്ളാഹുവിനെ മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കാനും അവൻ്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ട രീതിയിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനും വേണ്ടിയാണ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ധാരാളം സ്ഥലങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും. അള്ളാഹു തആല പറയുന്നുണ്ട്, മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്രകാരം തന്നെ അള്ളാഹു തആല പറയുന്നു, മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നല്ല അമലുകൾ ചെയ്യുന്നത് ആരാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. ഈ രീതിയിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ദുനിയാവിലേക്ക് ഇത്രയും വലിയ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് നമ്മളെ നിയോഗിച്ചിട്ടുള്ളത്. ഈ പരീക്ഷയുടെ കാലയളവ് അള്ളാഹു തആല നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് 60-70 വർഷമാണ്. ഒരു മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശരാശരി ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലുള്ള വർഷമാണ്. ഈ ഒരു കുറഞ്ഞ കാലഘട്ടം കൊണ്ട് വേണം അനന്തമായ അനശ്വരമായ ആഖിറത്തിലുള്ള വിജയം നമുക്ക് നേടിയെടുക്കേണ്ടത് ഈ കുറഞ്ഞ കാലയളവ് കൊണ്ടാണ്. നാം ഒന്ന് ശരിയായ രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നാം ചെയ്യുന്ന ഇബാദത്തുകൾക്ക്, ഓരോ ഇബാദത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനർഹമായ പ്രതിഫലം മാത്രമാണ് നൽകുന്നതെങ്കിൽ നമ്മുടെ എത്രത്തോളം ഇബാദത്തുകൾ അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടും, നാം ചെയ്യുന്ന ഇബാദത്തുകൾക്ക് എത്രമാത്രം പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ കൈവച്ച് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. അല്ലാഹു നാം ചെയ്യുന്ന ഇബാദത്തുകൾക്ക് അതിനർഹമായ പ്രതിഫലം മാത്രമാണ് നൽകുന്നതെങ്കിൽ അനന്തമായ അനശ്വരമായ ആഖിറത്തിലെ വിജയം കരസ്ഥമാക്കാൻ നമ്മളിൽ പല ആളുകൾക്കും പ്രയാസമായി തീരും. അള്ളാഹുവിൻ്റെ വലിയൊരു ഔദാര്യമാണ് നാം ചെയ്യുന്ന ചെറിയ ഇബാദത്തുകൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ വലിയ പ്രതിഫലം നൽകുന്നുണ്ട് എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ. ഒരു നന്മക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം അതിൻ്റെ 10 ഇരട്ടിയാണ്. ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ശരിയായ രീതിയിൽ എടുക്കുന്ന ഒരു വുദൂഇലൂടെ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നമസ്കരിക്കുന്ന ഒരു നമസ്കാരത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ ചെറുപാപങ്ങളെയും പൂർണ്ണമായും മായ്ച്ചു കളയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. നാം ചെയ്യുന്ന ചെറിയ ചെറിയ ഇബാദത്തുകൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ പ്രതിഫലം നൽകുന്നു എന്നുള്ളത്. ഇതുപോലെ അല്ലാഹു നമുക്ക് നൽകുന്ന വളരെ മഹത്തായ നമ്മുടെ ആഖിറത്തിലേക്ക് വേണ്ടി, നാം ആഖിറത്തിന് വേണ്ടി തയ്യാറാകാൻ, ആ പരലോക വിജയത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന മറ്റൊരു അനുഗ്രഹമാണ് ചില പ്രത്യേകമായ മാസങ്ങളും സമയങ്ങളും ദിവസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നു എന്നത്. തഹജ്ജുദിന്റെ സമയം, വെള്ളിയാഴ്ച ദിവസങ്ങൾ, റമദാൻ മാസം, ദുൽഹിജ്ജ് മാസം തുടങ്ങിയ മഹത്തായ ധാരാളം മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് നമ്മുടെ ഇബാദത്തുകളുടെ പ്രതിഫലം ഇരട്ടിയാക്കി അല്ലെങ്കിൽ 10 മടങ്ങാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ്. അത്തരത്തിലുള്ള അതിമഹത്തായ പുണ്യദിനങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്, അഥവാ ദുൽഹജ്ജിൻ്റെ 10 ദിവസങ്ങൾ. ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലും ഹദീസുകളിലും ധാരാളം മഹത്വങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുൽഹജ്ജ് മാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ ഫജ്റിന്റെ തുടക്കത്തിൽ അല്ലാഹു തആല പറയുന്നു, വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതത്തിൽ തന്നെ സത്യം, വലയാലിൻ അശ്ർ, 10 രാത്രികളിൽ തന്നെ സത്യം. ഇവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നു, 10 രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിനങ്ങളെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 രാത്രികളെ സത്യം ചെയ്യാൻ ഉപയോഗിച്ചതിലൂടെ ആ 10 ദിനരാത്രങ്ങളുടെ മഹത്വത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
സത്യം ചെയ്യാൻ വേണ്ടി ഈ ദിവസങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അടുക്കൽ അത് അത്രത്തോളം മഹത്തരമായ ദിനരാത്രങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ മറ്റൊരു ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു തആല പറയുന്നുണ്ട്, അറിയപ്പെട്ട പ്രത്യേകമായ ചില ദിവസങ്ങളിൽ അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ കൂടുതൽ ഓർക്കാനും അള്ളാഹുമായിട്ട് കൂടുതലും അടുക്കാനും വേണ്ടിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇവിടെയും ഈ ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജിന്റെ 10 ദിവസങ്ങളാണ്. ഇപ്രകാരം ഹദീസുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിനങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഈ 10 ദിവസങ്ങളിൽ നാം ചെയ്യുന്ന അമലുകളുടെ മഹത്വത്തെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മാ മിൻ അമലിൻ അസ്ക ഇൻദല്ലാഹി വലാ അഅ്ളമ അജ്റൻ മിൻ ഖൈരിൻ യഅമലുഹു ഫി അശ്രി ദിൽഹിജ്ജ. നാം മറ്റ് ദിവസങ്ങളിൽ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളെക്കാളും അള്ളാഹുവിന് പ്രിയങ്കരമായ കർമ്മം ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ്. അള്ളാഹു നബി തങ്ങൾ പറഞ്ഞു, മാമിൻ അമലിൻ അസ്ക ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സംശുദ്ധമായ ഒരു അമലുമില്ല, അഥവാ അള്ളാഹു തആല പൂർണ്ണമായും സ്വീകരിക്കുന്ന അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ഒരു അമലില്ല, വല അഅ്ളമ അജ്റൻ, അള്ളാഹു ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്ന ഒരു അമലുമില്ല, മിൻ ഖൈരിൻ യഅമലുഹു ഫി അശ്രി ദിൽഹിജ്ജ, ഒരു മനുഷ്യൻ ദിൽഹിജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളിൽ ചെയ്യുന്ന ഒരു നന്മയേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രിയങ്കരമായ, അള്ളാഹു തആല അത്രത്തോളം പ്രതിഫലം കൊടുക്കുന്ന ഒരു അമലും മറ്റൊന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ദിവസത്തെയും അമലുകൾക്ക്, നാം ചെയ്യുന്ന ചെറിയ ചെറിയ അമലുകൾക്ക് പോലും ഹദീസ് പരിശോധിച്ചാൽ നമുക്ക് കാണാം, മിൻ ഖൈരിൻ യഅമലുഹു, ഏതെങ്കിലും ഒരു ഖൈറായ ഒരു കാര്യം, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, അള്ളാഹുവിൻ്റെ ദിക്ർ, പരിശുദ്ധ ഖുർആൻ പാരായണം എന്ന് വേണ്ട മുഴുവൻ കാര്യങ്ങളും ഖൈറുകളാണ്. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം നാം ആ ദിവസത്തിൽ ചെയ്താൽ മറ്റ് ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ അറിയിക്കുകയാണ്. ഇത്തരത്തിൽ ഈ ദിവസത്തിന്റെ മഹത്വത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ സഹാബാക്കളോട് പറയുകയുണ്ടായി. നബി തങ്ങൾ പറഞ്ഞു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, സാലിഹായ അമലുകൾ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ പ്രിയങ്കരമാകുന്നത് ഈ 10 ദിവസങ്ങളിലാണ്. ഈ 10 ദിവസങ്ങളിലുള്ള അമലുകളെക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരമായ മറ്റൊരു അമലുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് പോലും ഈ ദിവസത്തിലുള്ള അമലുകൾക്ക് തുല്യമാകില്ലയോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നടത്തുന്ന ധർമ്മയുദ്ധം പോലും ഈ ദിവസത്തിൽ ചെയ്യുന്ന ചെറിയ അമലുകൾക്ക് തുല്യമാകില്ല. എന്നാൽ ഇല്ലാ റജുലൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ, ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ സമ്പത്തും ശരീരവുമായി പുറപ്പെടുകയും ആ യുദ്ധത്തിൽ അയാൾ കൊല്ലപ്പെടുകയും ഷഹീദാവുകയും ചെയ്താൽ അയാളുടെ പ്രതിഫലം ഈ ദിവസത്തിൽ ചെയ്യുന്ന അമലുകളെക്കാൾ കൂടുതലായിരിക്കും. അതല്ലാത്ത ഒരു അമലുകൾക്കും ഈ ദിവസത്തിന്റെ അമലുകളുടെ പ്രതിഫലത്തോട് കിടപിടിക്കാൻ സാധിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ദിവസത്തിൽ ചെയ്യുന്ന അമലുകളുടെ മഹത്വത്തെ അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലത്തിന്റെ വണ്ണത്തെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഹബ്ബ ഇലല്ലാഹി അയ്യുതഅബ്ബദ ലഹു ഫീഹാ മിൻ അശ്രി ദിൽഹിജ്ജ, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമല് ദിൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളാണ്. ശേഷം തങ്ങൾ പറഞ്ഞു, യഅദിലു സിയാമു കുല്ലി യൗമിൻ മിൻഹാ ബിസിയാമി സന വഖിയാമു കുല്ലി ലൈലത്തിൻ മിൻഹാ ബിഖിയാമി സന. ആ 10 ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ അനുഷ്ഠിക്കുന്ന ഓരോ ദിവസത്തെ നോമ്പിനും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ഒരു വർഷം മുഴുവനും നോമ്പനുഷ്ഠിച്ചതിന്റെ കൂലിയും, 10 ദിവസങ്ങളിൽ ഒരു രാത്രി നമസ്കരിക്കുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം ഒരു വർഷം മുഴുവനും നിന്ന് നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലവുമാണ്. ചുരുക്കത്തിൽ 9 ദിവസം നാം നോമ്പനുഷ്ഠിച്ചാൽ 9 വർഷം നോമ്പനുഷ്ഠിച്ചതിന്റെ കൂലിയും, ആ 10 രാത്രികളിൽ നാം തഹജ്ജുദ് നമസ്കരിച്ചാൽ 10 വർഷം തഹജ്ജുദ് നമസ്കരിച്ചതിന്റെ കൂലിയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്.
ഇത്രത്തോളം മഹത്തായ അമലുകൾക്ക് വമ്പിച്ച് പ്രതിഫലം നൽകുന്ന അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ദിവസങ്ങളാണ് നമ്മളിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ വളരെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനും മറ്റ് പാഴായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും നാം പരിശ്രമിക്കേണ്ട സന്ദർഭങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഈ ദിവസങ്ങൾക്ക് ഇത്രത്തോളം മഹത്വം ലഭിക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്. ദുൽഹജ്ജ് 10 ദിവസത്തിന് മറ്റു ദിവസങ്ങളേക്കാൾ കൂടുതൽ മഹത്വം ലഭിക്കുന്നത് ആ ദിവസത്തിൽ പ്രധാനപ്പെട്ട മുഴുവൻ ഇബാദത്തുകളും സമ്മേളിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. റമദാനിൽ പോലും ഇല്ലാത്ത ധാരാളം ഇബാദത്തുകൾ ആ ദിവസത്തിൽ ഒരുമിച്ച് കൂടുന്നത് കൊണ്ടാണ്. നാം ചെയ്യുന്ന നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഖുർആൻ പാരായണം, തക്ബീറുകൾ, തസ്ബീഹുകൾ ഇതെല്ലാം മറ്റു ദിവസങ്ങളിൽ ഉണ്ടാകുമെങ്കിലും ഹജ്ജിൻ്റെതായ അമലുകൾ ഈ ദുൽഹിജ്ജിൻ്റെ 10 ദിവസങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് നാം ചെയ്യുന്ന എന്തെല്ലാം പ്രധാനപ്പെട്ട ഇബാദത്തുകളുണ്ടോ ആ മുഴുവൻ ഇബാദത്തുകളും സമ്മേളിക്കുന്ന ദിനരാത്രങ്ങളായതുകൊണ്ടാണ് ഈ ദിനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രത്തോളം മഹത്വം കൽപ്പിക്കുന്നതും ആ ദിവസങ്ങളിൽ ചെയ്യുന്ന ഓരോ അമലുകൾക്കും ഇത്രത്തോളം വമ്പിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതെന്നും ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തആല നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി റമദാനിൻ്റെ അവസാനത്തെ 10 രാത്രികളും പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ പകലുകളുമാണെന്ന് ചില ഇമാമിയങ്ങൾ അഭിപ്രായപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ ദുൽഹജ്ജിൻ്റെ ആദ്യ 10 ദിനങ്ങൾക്ക് ഇത്രത്തോളം മഹത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി, ഇത്രത്തോളം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് അതിൻ്റെ മറ്റൊരു കാരണം നമുക്കറിയാം. അറബി കലണ്ടർ അനുസരിച്ച് ഒരു വർഷം ആരംഭിക്കുന്നത് മുഹറം മാസത്തിലൂടെയാണ്. മുഹറത്തിൽ തുടങ്ങി ദുൽഹിജ്ജിലാണ് നമ്മുടെ ഒരു വർഷം അവസാനിക്കുന്നത്. ഒരു വർഷത്തിൻ്റെ അവസാന മാസമാകുന്ന ദുൽഹിജ്ജിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങൾക്ക് ഇത്രയും മഹത്വങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്, അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ 11 മാസങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്താനും അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കാനും അള്ളാഹുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കാനുമുള്ള ഒരവസരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ 10 ദിനങ്ങൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ദിവസങ്ങൾ കടന്നു വരുമ്പോൾ ആ ദിവസങ്ങളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടതും ആ ദിവസത്തിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കേണ്ടതും അതിൽ കൂടുതൽ അള്ളാഹുമായിട്ട് അടുക്കാനും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൂടുതൽ മനസ്സിലാക്കാനും ആ ദിവസങ്ങളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനും ഒരു മുസ്ലിം തയ്യാറാകണം. അതോരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും പുണ്യമായ ദിവസങ്ങളെയും സമയങ്ങളെയും വേണ്ട രീതിയിൽ അള്ളാഹുവിന് പ്രിയങ്കരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.